നമ്മുടെ നേർച്ചപ്പെട്ടി തല്ലി തകർത്തത് അബ്ദുള്ളയാണ്. എന്റെ വാപ്പ പറഞ്ഞിട്ട്. ഇനി പറ, ആരെ ശിക്ഷിക്കേണ്ടത്? ഞാൻ പോകുന്നു. താല്പര്യമുള്ളവർക്കെല്ലാം എന്റെ കൂടെ വരാം. വരണം. വരുന്നു വരുന്നു. വേണ്ടി വന്നു. ഇവനെ ഇന്നലെ രാത്രിയിലൊന്ന് മുങ്ങാൻ നോക്കി. ആദ്യമേ ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. വെറുതെ സമയം കളഞ്ഞു. പിന്നല്ലാതെ നമുക്കുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴേ വക്കീലേ, ഡോക്യുമെന്റ്സ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവനെയും കൂട്ടിയേ മാഷ് ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ തന്നപ്പോ മാഷ് എന്നോടൊരു വാക്ക് ചോദിച്ചു, ഇവൻ ഒരിക്കലും ചതിക്കരുതെന്ന്. എന്നിട്ട് വക്കീൽ എന്ത് പറഞ്ഞു? ഞാൻ ആ വാക്കേ മാഷിന് കൊടുത്തു. ആരെങ്കിലും ലോകത്തെ വക്കീലന്മാരുടെ വാക്ക് വിശ്വസിക്കൂ? അവരല്ലോ ലോക കള്ളന്മാര്. പിന്നെ എന്തിനാ പത്മനാഭ താൻ എന്റെ വാക്ക് വിശ്വസിച്ചത്? അത് പിന്നെ അങ്ങുന്നേ, നീ ഇതെവിടെ പോയി കിടന്നടാ? 8 കോടി എങ്ങനെ പങ്കിടാനാ ഉദ്ദേശിക്കുന്നേ? 4-4 രാഘവ, നാട്ടുകാരെ തമ്മിലടുപ്പിക്കാൻ ഹാജിയാരെ, നിങ്ങളല്ലേ അബ്ദുള്ളയെ കൊണ്ടത് ചെയ്യിച്ചത്? രാഘവ, നീ നിന്റെ വായടക്ക്, അല്ലെങ്കിൽ നിന്റെ ഗതി ഇതുപോലെ വരും. കുഴി ബംഗാളിക്ക് മാത്രമല്ല, നേനക്കും കുത്താൻ വലിയ പാടമോ നീ. എന്നാതാ ഇവർ കൂടെ കുത്ത്. മോളെ രേവതി, സീനത്തെ വാപ്പാ, ഞങ്ങളത് ചെയ്തു. എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ കളിയേ ഇവിടെ കഴിഞ്ഞടോ. വിശ്വാസികളെ, ഇവര് പറയുന്നൊന്നും നിങ്ങൾ കേൾക്കരുത്. നമുക്ക് വേണ്ടി ഒരു പള്ളി പണിയണം, അത്രയേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നിങ്ങളുടെ ആവശ്യം നടത്താൻ ശ്രമിച്ചതിനാണോ ഞങ്ങളെ മാഷിന്റെ തീരുമാനം തെറ്റിയില്ല. ഈ കൈകളേക്കാൾ യോഗ്യത മറ്റാർക്കുമില്ല. നാട്ടുകാർ മുഴുവൻ നിന്നെ പറ്റിച്ചിട്ടുണ്ട്. എന്തിനാ നീ അവർക്ക് തന്നെ സ്വത്ത് തിരിച്ചെഴുതിക്കൊടുത്തത്? ഇനി ഈ കൈകൾ അഴുക്കുപാത്രം കഴുകാനുള്ളതല്ല, ഈ നാടിന്റെ സ്വപ്നങ്ങളാണ് നിന്റെ കയ്യിലുള്ളത്. നീ വെറും ബംഗാളിയല്ല, നീ ഇനി മുന്നിൽ